ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞു ജീവി, നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു കുഞ്ഞു ജീവിയെ കുറിച്ചാണ്. കൗതുകമുള്ള ഒരു ജീവി, ഹാംസ്റ്റർ. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് ഇത് ഫ്ലാറ്റുകളിലും സ്ഥലസൗകര്യം കുറഞ്ഞ വീടുകളിലും വളർത്താൻ പറ്റിയ ഒരു പെറ്റ് അനിമലാണ് ഹാംസ്റ്റർ. ഇത് 2 വിഭാഗത്തിൽപ്പെട്ട ഹാംസ്റ്ററുകളെയാണ് സാധാരണയായി വളർത്തുന്നത്. ഒന്ന് സിറിയൻ ഹാംസ്റ്ററും ഒന്ന് ഡ്വാർഫ് ഹാംസ്റ്ററും. ഇത് പകൽ മുഴുവൻ കിടന്നുറങ്ങുകയും രാത്രിയിൽ സജീവമാകുകയും ചെയ്യുന്നു. ഇവ ശാന്തരാണെങ്കിലും ശരീരം വേദനിച്ചാൽ കടിച്ചെന്നിരിക്കും. ഇതിനെ വളർത്താൻ സെറ്റിങ്സ് ഇങ്ങനെയാണ്: ഒരു സ്പിന്നിങ് വീലും യൂറിനേറ്റ് ചെയ്യാനും മറ്റുമായി ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രവും വെള്ളം കുടിക്കുന്നതിനുള്ള ബോട്ടിലും, ഇവയെല്ലാം സെറ്റ് ചെയ്യാനായി ഒരു വലിയ ബാസ്ക്കറ്റും. ആഴ്ചയിലൊരിക്കൽ ഇതിൻ്റെ ബാസ്ക്കറ്റ് മാറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് താഴെ ഇറക്കി വിട്ടാൽ അതിനെ പിന്നെ എവിടെയെങ്കിലുമൊക്കെ കയറി ഒളിച്ചിരിക്കും. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് കഴിയുന്നതും സൂക്ഷിച്ചിട്ട് അതിൻ്റെ ബാസ്ക്കറ്റുകളെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ചൂട് കാലാവസ്ഥ അത്ര പിടുത്തമല്ല. അതിനാൽ ഫാൻ എപ്പോഴും ഓണായിരിക്കണം. ബാസ്ക്കറ്റിനകത്ത് മരപ്പൊടി ഇടുന്നു. യൂറിനും മറ്റും ചെയ്യാനുള്ള പാത്രത്തിൽ മണ്ണും. ശീലമായി കഴിഞ്ഞാൽ അതിൽ മാത്രമേ ചെയ്യുകയുള്ളൂ. ആഹാരം മിക്സഡ് സീഡ്സാണ് പ്രധാനമായും കഴിക്കുന്നത്. പിന്നെ ക്യാരറ്റിൻ്റെ ചെറിയ കഷ്ണങ്ങൾ, പാലക്കിൻ്റെ ചെറിയ കഷ്ണങ്ങൾ, ക്യാബേജിൻ്റെ ചെറിയ കഷ്ണങ്ങൾ, മുട്ടയുടെ വെള്ള, ഇതെല്ലാം ചെറുതായി നുറുക്കി കൊടുക്കാം. എണ്ണയിൽ വറുത്തതായ വസ്തുക്കളൊന്നും കൊടുക്കരുത്. ആഴ്ചയിലൊരിക്കൽ ബോട്ടിലിൽ വെള്ളം നിറച്ച് വയ്ക്കണം. യൂറിൻ ചെയ്യുന്ന മണ്ണും മറ്റും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മാറ്റി കൊടുക്കണം. മരപ്പൊടി ആഴ്ചയിൽ മാറ്റണം. ഇതെല്ലാം ഓൺലൈനിൽ നമുക്ക് കിട്ടും. നമ്മൾ കൊടുക്കുന്ന സീഡും മറ്റും ആദ്യം മരപ്പൊടിയിൽ കുഴിച്ചു വയ്ക്കും. പിന്നെ അവിടെ നിന്നെടുത്ത് അവിടെയും ഇവിടെയുമായി സെറ്റ് ചെയ്ത് വയ്ക്കും. എല്ലാം അവിടെ നിന്നും ഒരിടത്ത് കൂട്ടി വയ്ക്കും. എന്നിട്ട് ആവശ്യമനുസരിച്ചെടുത്ത് കഴിക്കും. ആദ്യം വായ്ക്കകത്ത് എല്ലാം സ്റ്റോർ ചെയ്യുന്നു. ആദ്യം വായ്ക്കകത്താണ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ആൾ ചെറുതാണെങ്കിലും വായ് വലുതാണ്. അതിനുശേഷം വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുന്നത് കൗതുകകരമായ ഒരു കാഴ്ചയാണ്. കൊടുക്കുന്ന ആഹാരങ്ങൾ കൂടുതലൊന്നും കഴിക്കാറില്ല. പകലുറക്കമാണ് പ്രധാനം. നേരം ഇരുട്ടിയാൽ ആഹാരം കഴിച്ച് സ്പിന്നിങ് വീലിൽ എക്സസൈസാണ്. ആളുകളുടെ സൗണ്ട് കേട്ടാൽ നോക്കും. ആഹാരത്തിൻ്റെ മണം കേട്ടാൽ ഒന്ന് ഉഷാറാകും. എന്തുകൊണ്ടും കൗതുകകരമായ ഒരു ജീവിയാണ്. സ്പിന്നിങ് വീലിൽ മണിക്കൂറുകളോളം ചലിച്ചുകൊണ്ടേയിരിക്കും. ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ അത്ര പിടുത്തമല്ല. ആളുകളുടെ സാന്നിധ്യം കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഒന്നിൽ കൂടുതൽ ഹാംസ്റ്ററുകളെ ഒന്നിച്ചിട്ടാൽ കടി കൂടി പരസ്പരം മുറിവേൽപ്പിക്കും. പക്ഷികൾക്ക് കൊടുക്കുന്ന സീഡ്സാണ് ഇതിന് പ്രിയം. ഇതിൻ്റെ ലൈഫ് സ്പാൻ 2-2.5 വർഷത്തോളമാണ്. മരപ്പൊടിയിലിരുന്ന് ശരീരമെല്ലാം വൃത്തിയാക്കും. കൈകളിൽ സലൈവ എടുത്ത് രോമങ്ങളുടെ ഇടയെല്ലാം ചെറിയ കൈകൾ കൊണ്ട് വൃത്തിയാക്കും. നമുക്ക് അതിനെ വൃത്തിയാക്കാനായിട്ട് ടിഷ്യൂസും ബ്രഷും എല്ലാം ഓൺലൈനിൽ കിട്ടുന്നതാണ്. ഞങ്ങളുടെ പെറ്റിൻ്റെ പേര് യുക്കി എന്നാണ്.
മറ്റ് വളർത്തുമൃഗങ്ങളിൽ നിന്നും ആപത്ത് വരാതെ സുരക്ഷിതമായ സ്ഥാനത്ത് വയ്ക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.